സർ, ഈ ഒരു ഇന്ത്യ പാക് സംഘർഷത്തിൽ താരമായിരിക്കുന്ന ഒരു മിസൈലായിരുന്നു ബ്രഹ്മോസ്. ബ്രഹ്മോസിനെ പറ്റി ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം വലിയ ചർച്ചയിലാണ്. ബ്രഹ്മോസിനെ പറ്റി അറിയണമെങ്കിൽ പാകിസ്ഥാനോട് ചോദിച്ചാൽ മതിയെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈലിന് വേണ്ടിയിട്ട് ഇപ്പോൾ പരക്കം പായുകയാണ് രാജ്യങ്ങൾ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനകത്ത് ഈ യുദ്ധസമാനമായ ഒരു സാഹചര്യമാണല്ലോ പാകിസ്ഥാനുമായിട്ട് ഉണ്ടായത്. ഈ അവസരത്തിൽ ലോകം തിരിച്ചറിഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഭീകരാക്രമണത്തെ അതിശക്തമായിട്ട് ചെറുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഒന്നും. രണ്ടാമത്തത്, വലിയ ആയുധ ബലവും അപാരമായിട്ടുള്ള ഒരു ശക്തിയുമുള്ള ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണെന്നുള്ളതും മറ്റ് ലോകരാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളെ കണ്ടു എന്നുള്ളതാണ്. അതാണ് ഈ ബ്രഹ്മോസ് പോലുള്ള കാര്യങ്ങളിൽ ലോകം ഇപ്പോൾ ആകൃഷ്ടരായി തീർന്നിരിക്കുന്നത്. സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ 17 രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈൽ വേണമെന്നുള്ളൊരു ആവശ്യം ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെടാം എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. റഷ്യയും ഇന്ത്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് ഈ ബ്രഹ്മോസ് മിസൈൽ. പക്ഷേ ഏകരാജ്യം ഈ ഒരു കരാറുമായി വന്നിട്ടുള്ള ആദ്യത്തെ ഏക രാജ്യം എന്ന് പറയുന്നത് ഫിലിപ്പീൻസാണ്. $375 മില്യൺ കരാറിലാണ് അന്ന് ഫിലിപ്പീൻസുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 17 രാജ്യങ്ങൾ ഈ മിസൈൽ വേണമെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ അറിയാം ഇതിൻ്റെ വ്യാപ്തി എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. കാരണം അതിപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞതുപോലെ പാകിസ്ഥാനും ഒരു പക്ഷേ അത് കൃത്യമായിട്ടറിയാം ഇതെന്താണെന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും അധികം വേഗതയേറിയതും കൃത്യതയുള്ളതുമായിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈലാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രഹരശേഷിയും ഇതിൻ്റെ കൃത്യതയുമാണ് ഇതിൻ്റെ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇതിൻ്റെ കൃത്യത, അതായത് തൊടുത്ത് വിട്ടാൽ അവിടെ എത്തും, അത് പതിക്കേണ്ടത് പതിക്കും, അല്ലാതെ മറ്റേ ചൈനീസ് വന്ന് പതിച്ച് അതേപോലെ നമ്മൾ എടുക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. പൊട്ടിക്കേണ്ടത് പൊട്ടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ കിർണ കുന്നുകളിൽ പാകിസ്ഥാൻ്റെ ആണവായുധ ശേഖരമൊക്കെ ഉണ്ടെന്നുള്ളൊരു വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിലും ഈ തരത്തിലുള്ള മിസൈലുകൾ പതിച്ചു, ബ്രഹ്മോസ് പതിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിൽ പോലും ഇപ്പോൾ ആണവ ശേഖരം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത്രമാത്രം സേഫ്റ്റി ആയിട്ടുള്ളൊരു സംഗതിയില്ല. അപ്പോൾ ഈ മിസൈൽ പതിച്ചത് പ്രകാരം അതിൽ അണുവികിരണങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ സംഗതി, അതേപോലെ തന്നെ അവിടുത്തെ എയർപോർട്ടുകൾ ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ബ്രഹ്മോസ് വിക്ഷേപിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള പതിക്കാൻ മാത്രമല്ല മൊത്തത്തിൽ തകർക്കാൻ ശേഷിയുള്ള ഒരു മിസൈൽ തന്നെയാണ് ബ്രഹ്മോസ്. അപ്പോൾ അതിപ്പോൾ ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി. അത് ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ പ്രതിരോധം എന്താണെന്നും ഇവിടുത്തെ ആയുധ ശേഖരങ്ങൾ എന്തൊക്കെയാണെന്നും ഉള്ള ഒരു കൃത്യത ഈ പറഞ്ഞോണം ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഒരു ചർച്ചയായിട്ടുണ്ട്. കാരണം ചൈനയാണ് അല്ലെങ്കിൽ അമേരിക്കയാണ് ഏറ്റവും വലുത്, അവർക്കില്ലാത്ത ആയുധ ശേഖരമൊന്നും വേറെ രാജ്യങ്ങൾക്കില്ല എന്നുള്ളൊരു പുറം ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്കും ഉണ്ട്. ഇന്ത്യയുടെ ബ്രഹ്മോസിനെ പറ്റി പല ചർച്ചകളും ഉണ്ടെങ്കിലും ഇപ്പോൾ ഇത് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സിന്ദൂർ ഓപ്പറേഷനും ഈ പഹൽഗാമിന് ശേഷമാണ് സിന്ദൂർ ഓപ്പറേഷൻ നടത്തിയത്. പിന്നെയും പാകിസ്ഥാനിൽ നിന്ന് പ്രകോപനം ഉണ്ടായതിനു ശേഷമാണ് നമ്മുടെ ഈ ബ്രഹ്മാസ്ത്രം ഇന്ത്യ വിക്ഷേപിച്ചത്. അതോടുകൂടിയാണ് പാകിസ്ഥാൻ കൈയും കാലും പിടിച്ച് ഇന്ത്യയെ സമീപിച്ചിട്ട് ഈ വെടിനിർത്തൽ വേണമെന്നുള്ളൊരു ആവശ്യമാണ്. കാരണം ഈ ബ്രഹ്മോസ് പതിച്ചതോടെ അവർക്ക് മനസ്സിലായി ഇത് ഇനി ഇന്ത്യയുടെ അടുത്ത് ചേർത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള കൃത്യം. അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് പാകിസ്ഥാനോട് നിങ്ങൾ ചെന്നൊന്ന് അന്വേഷിക്ക് ബ്രഹ്മോസിനെ പറ്റി, അവർക്ക് ഞങ്ങളെക്കാളെ കൃത്യമായിട്ട് പാക് അതിർത്തിയിൽ അവര് വിക്ഷേപിച്ച ഈ ഷെല്ലുകൾ പൊട്ടാതെ കിടപ്പും. ചൈന കൊടുത്തിട്ടുള്ള പല മിസൈലുകളും പൊട്ടാതെ നമ്മൾ എടുത്തുകൊണ്ട് വന്നപ്പോൾ അതുകൊണ്ടാണ് ഈ അതിർത്തിയിൽ കാശ്മീരൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയാണ്. അതിർത്തി ഭാഗങ്ങളിൽ ഇതിലൊക്കെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാലേ മറ്റുള്ളവരെ അവിടേക്ക് പുനരധിവസിപ്പിക്കാൻ പറ്റുകയും. വേറൊരു കാര്യമുണ്ട് സാർ, ഇന്ത്യ പലപ്പോഴായിട്ട് യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലൊക്കെ ഏർപ്പെട്ടു. ചൈന ഇങ്ങനെ വികസിപ്പിച്ചെടുത്ത് ചൈന ഉപകരണങ്ങളെ പറ്റി പൊതുവേ നമുക്കൊരു ധാരണയുണ്ട്. ഇത് മിക്കതും പൊട്ടത്തില്ല, അല്ലെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളൊരു ധാരണയുണ്ട്. അതിന് ഏറ്റവും അധികം ഇപ്പോൾ എടുത്തു കാണിച്ചിരിക്കുന്ന ചൈന പാകിസ്ഥാന് കൊടുത്തിട്ടുള്ള ഈ മിസൈലുകളെല്ലാം പൊട്ടാതെ വന്ന് ഇന്ത്യയെ പതിച്ച ഈ വാർത്തകൾ അത് ഏറ്റെടുത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുകയും ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പല ആഫ്രിക്കൻ രാജ്യങ്ങളും
ചൈനയുമായിട്ടുള്ള കരാർ ലംഘനം, അതായത് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ആയുധമൊന്നും വേണ്ട, കാരണം ഇന്ത്യയിൽ വിക്ഷേപിച്ച് ഒന്നും പൊട്ടിയില്ല, ഇതിപ്പോൾ അതെടുത്ത് ഇനി ഞങ്ങൾ കോടിക്കണക്കിന് ഡോളറുകൾ കൊടുത്ത് വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ കോടി ലക്ഷങ്ങളൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്നത് പൊട്ടാതെ ഇരുന്ന, കാരണം ഇവരിത് പരീക്ഷണങ്ങൾ അധികം നടത്തുക, അല്ലെങ്കിൽ അവർ മറ്റുള്ള അധികം യുദ്ധങ്ങളിലൊന്നും ഏർപ്പെട്ട്. പക്ഷെ ഇന്ത്യക്ക് തഴക്കവും പഴക്കവും ഉണ്ട്, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഇവർ കുറേ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഇല്ല. പറഞ്ഞോണം നമ്മുടെ ചൈനയിലെ ചില മറ്റേ TV-കൾ പോലെ തന്നെയാണ്, ഒരു വർഷം നിൽക്കും, പിന്നെ അതങ്ങ്. അപ്പോൾ ഈ 17 രാജ്യങ്ങളുമായുള്ള കരാറിലേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്? ഇല്ല, നീങ്ങിയിട്ടില്ല. ഇതിപ്പോൾ വന്നിരിക്കുന്ന രാജ്യങ്ങൾ ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, തായ്ലാൻഡ്, സിംഗപ്പൂർ, ബ്രൂണൈ, ബ്രസീൽ, ചിലി, അർജന്റീന, വെനസ്വേല, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബൾഗേറിയ എന്ന് തുടങ്ങിയ, അല്ലാതെ പുറമേയുള്ള വിയറ്റ്നാമായിട്ട് വലിയ ഇടപാടുകളാണ് നടക്കുന്നത്. കാരണം വിയറ്റ്നാമിൽ നേരത്തെ ജയശങ്കർ പോവുകയും പല കാര്യങ്ങൾ ചർച്ച ചെയ്യും. ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇത്തരത്തിൽ ഈ മിസൈൽ വേണം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. 2001 ജൂൺ 12 നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ആദ്യമായിട്ട് രാജ്യം പരീക്ഷിച്ചത്. ഇതിനുശേഷം നിരവധി അപ്ഡേറ്റുകളൊക്കെ, ഈ മിസൈൽ പരീക്ഷണങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ കൃത്യതയും വേഗതയേറിയതുമായിട്ടുള്ള ഒരു മിസൈലാണ്. അതായത് DRDOയുടെ റഷ്യൻ ഫെഡറേഷൻ NPO മഷിനോസ് സ്ട്രോയേനിയൻ ചേർന്നുള്ള സംയുക്ത സമരം, അതായത് റഷ്യയുടെ ആയുധ ഇതും അതായത് ഇന്ത്യയും കൂടെ ചേർന്നുള്ള ഒരു സംരംഭമാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഇതിന് മാക് 3 വേഗത്തിൽ വരെ കുതിക്കാനാവും ബ്രഹ്മോസിന്. 200 മുതൽ 300 കിലോഗ്രാം ഭാരം വരെ ഇത് താങ്ങി അതായത് ഇത് വഹിച്ചുകൊണ്ട് കുതിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ മിസൈലിൻ്റെ രൂപകൽപ്പന. 800 കിലോമീറ്റർ വരെ ദൂരത്തിൽ തന്നെ ഇതിന് ചെന്ന് പതിക്കാനാവും. അതായത് ആ പതിക്കുന്ന വെറുതെ അങ്ങ് പോയി പതിക്കുക, അത് കൃത്യമായിട്ട് അതിപ്രഹരത്തോടുകൂടി, അതിപ്രഹരശേഷി എന്നാണ് ഇത് പറയുന്നത്, പ്രഹരത്തോട്. കാരണം നമുക്കൊരു മിസൈൽ എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് വിട്ടിട്ടില്ല, ചെന്നൊരു ചെറിയ കൊട്ടു കൊടുത്താൽ പോരാ, അത്രയും പ്രഹരം, ഇത്രയും വഹിച്ചുകൊണ്ടുള്ള ആ പ്രഹരമാണ് അവിടെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ അത്രയും പ്രഹരശേഷിയോടുകൂടി തന്നെ ഇതിന് പതിക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഘടന. വേഗതയ്ക്കൊപ്പം ഇതിൻ്റെ കൃത്യതയാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളുടെ മുഖമുദ്ര. തറനിരപ്പിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം, അതായത് ഈ തറനിരപ്പിൽ ഇത്ര 10 കിലോമീറ്റർ അടി ദൂരം ഉയരത്തിൽ മാത്രമാണ് ഇത് ലക്ഷ്യം വരെ ഇത് ചെയ്യാൻ പറ്റും. അതായത് തറനിരപ്പിൽ നിന്നും 10 കിലോമീറ്റർ അടി ദൂരത്തിൽ നിന്നും 800 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നതാണ് ഈ ബ്രഹ്മോസ് മിസൈൽ. മാത്രമല്ല ഇതിന് ശത്രുക്കളുടെ റഡാറുകളിൽ ഈ മിസൈൽ പിടിക്കത്തില്ല. അതാണ് ഇതിൻ്റെ വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ. അവന്മാർ അവിടെ നിന്നുകൊണ്ട് റഡാറൊക്കെ വെച്ചാലൊന്നും ഈ മിസൈൽ വരുന്നതൊന്നും പിടിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല കനത്ത നാശനഷ്ടം തന്നെയാണ് ഇത് വിതയ്ക്കുന്നത്, ഇത് ചെന്നെത്തുന്നത്. കാരണം അതിപ്പം പാകിസ്ഥാനിൽ ചെന്ന് പതിച്ച ആ ഒരു ഏരിയയൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് തവിട് പൊടിയായി എന്ന് നമ്മൾ പണ്ടൊക്കെ പറയുന്ന പോലെ കൃത്യമായിട്ട് തവിട് പൊടിയായി, വലിയ വലിയ കോൺക്രീറ്റുകളൊക്കെ തവിട് പൊടിയാവുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതേപോലെ തന്നെ മാക് 2.8-നും മാക് 3.5-നും ഇടയിലുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് ഒരു പരമ്പരാഗത സബ് സോണിക് ക്രൂയിസ് മിസൈലുകളെക്കാളും ഏകദേശം 3 ഇരട്ടി വേഗത്തിൽ ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മേൽ പതിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ എടുത്തു പറയേണ്ടിയിരിക്കും. അതായത് 800 കിലോമീറ്റർ ദൂരം, ഇതുപോലെ 10 അടി ഉയരത്തിൽ നിന്നും ഇത് പതിക്കാൻ പറ്റും. 200 മുതൽ 300 കിലോമീറ്റർ വരെ ഭാരം ഇതിന് വഹിക്കാൻ പറ്റും. മാത്രമല്ല ഇതിനെ ഈ റഡാറുകളോ ഇതൊന്നും ഇതിനെ പിടിക്കത്തില്ല. അപ്പോൾ അതുപോലെ ചെന്ന് പതിക്കുന്നിടം മൊത്തം തവിട് പൊടിയാവും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു രൂപഘടനയും മാത്രമല്ല ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രഹ്മോസ് മിസൈലിന് വേണ്ടി ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു സാമ്പത്തിക നേട്ടം നമുക്ക് ഉണ്ടാവാൻ സാധിക്കും. കാരണം അങ്ങനെ ഒരു കരാറിലേക്ക് പോകുമോ എന്നുള്ളത് അറിയില്ല. കാരണം നമ്മുടെ ഒരു സ്പെഷ്യൽ സംഗതിയാണ്, അതങ്ങനെ ഒരു കരാറിലേക്ക് കൊടുക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ കൊടുത്താൽ തന്നെ ഒരു പക്ഷേ വലിയൊരു സാമ്പത്തിക നേട്ടം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി കൊടുക്കാതിരുന്നാൽ തന്നെ മറ്റുള്ളവർക്ക് ഒരു ഭീതി ഉണർത്തും. ഇന്ത്യ അടുത്ത് കൂടുതൽ കളിക്കണ്ട, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ 2-3 വന്ന് പതിച്ചപ്പോഴേ മതിയായി. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇത് ഇന്ത്യയോടൊന്ന് ചൊറിഞ്ഞപ്പോൾ ഇതാണ് എടുത്ത് ഉപയോഗിച്ചത്. അപ്പോൾ ഇനിയൊന്ന് നന്നായിട്ടൊന്ന് മാന്തി നോക്കിയാൽ ഇതിലും വലിയ ഐറ്റംസ് ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചൊറിയണ്ട എന്നുള്ളൊരു ഭയം ഈവൻ ചൈനയ്ക്ക് പോലും. ചൈനയൊക്കെ എന്ന് വെച്ചാൽ
ശരിക്കും ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ ഇടയിൽ അവരൊരു കോമാളിയായി മാറി. കാരണം അവരുടെ ഒന്നും തന്നെ പാകിസ്ഥാന് കൊടുത്തത് പൊട്ടിയിട്ടില്ല. ഇനി പാകിസ്ഥാനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങളത് ഉപയോഗിക്കരുത്, ഞങ്ങളുടെ അനുവാദമില്ല. അവരുടെ അനുവാദമില്ലാണ്ടാണ് പാകിസ്ഥാൻ അത് ഉപയോഗിച്ചത്. കാരണം നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അമേരിക്ക കൊടുത്തതും ചൈന കൊടുത്തതുമായിട്ട് ഉള്ള കരാർ ലംഘിച്ചുകൊണ്ടാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഉപയോഗിച്ചതൊന്നും പൊട്ടിയതുമില്ല. അപ്പോൾ അതൊക്കെ അവർക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ ഇടയിൽ നാണൊക്കെ, ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ, നമ്മളുടെ ഇടയിൽ വലിയ ചർച്ചയൊന്നും വരുന്നില്ലെങ്കിലും പക്ഷെ പുറമേയുള്ള മാധ്യമങ്ങളൊക്കെ ഇതെടുത്ത് ചർച്ച ചെയ്യുകയും ചൈനയ്ക്കൊക്കെ ഒരു നാണക്കേട് ഉണ്ടാവുകയും അതേ സമയത്ത് ഇന്ത്യയുടെ ഈ ബ്രഹ്മോസിൽ തന്നെ പാകിസ്ഥാൻ്റെ നട്ടല്ലൊടിഞ്ഞു എന്നുള്ളത് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുകയും ഇനി ഇവരോട് കളിക്കണ്ട, ഇന്ത്യ അങ്ങനെ ഒരു ചെറിയ രാജ്യമൊന്നും അല്ല, അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ ഒരു പാവം പിടിച്ച രാജ്യമൊന്നും അല്ല, അവരെ മാന്താൻ പോയാൽ നമുക്കൊക്കെ പണികൾ കിട്ടും എന്നുള്ള തലത്തിന് എത്തി. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു നേട്ടമുണ്ടാകുന്ന ഇന്ത്യക്കാണ്. ഒന്ന്, ഈ ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്, ഒരു സൗഹൃദം മറ്റുള്ള രാജ്യങ്ങൾ സ്ഥാപിക്കും. കാരണം ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷത്തിലുണ്ടായത്. എന്തായാലും നമുക്ക് ചെറിയ നഷ്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ജീവനുകൾക്ക് പകരം ഒന്നുമല്ല. കുറച്ച് നമ്മുടെ ജവാന്മാരുടെ ജീവനൊക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.